Geetha's Tasteland. നമുക്കിന്ന് ഉള്ളി ഉപയോഗിച്ചിട്ടൊരു കറി റെഡിയാക്കിയാലോ. പിന്നെ ഉള്ളി കറി എന്ന് പറയാം, ഉള്ളി തീയൽ എന്ന് പറയാം, ഉള്ളി വറുത്തരച്ച കറി എന്ന് പറയാം, ഏത് രീതിയിലും പറയാം. നമ്മളിപ്പോൾ സാധാരണ തീയൽ റെഡിയാക്കുമ്പോൾ ചെയ്യുന്ന ഇപ്പം നമ്മൾ കടച്ചക്കയും ചെമ്മീനും ഒക്കെ ചെയ്തതുപോലെയല്ല. ഇതിൽ നമ്മൾ പുളി യൂസ് ചെയ്യുന്നുണ്ട്. പുളി യൂസ് ചെയ്യുന്നത് നമ്മൾ വാളൻപുളിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ വാളൻപുളിയാണ് യൂസ് ചെയ്യുന്നത്. തെക്കോട്ട് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വാളൻപുളി തന്നെ യൂസ് ചെയ്തിട്ട് കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ശർക്കര യൂസ് ചെയ്യണം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും മസ്റ്റായിട്ട് നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ശർക്കര യൂസ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. ചില കറികളിൽ നമുക്ക് ചെറിയ മധുരം ഉണ്ടെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. പണ്ട് മുതലേ നമ്മൾ ഉള്ളിത്തീയൽ റെഡിയാക്കുമ്പോൾ എന്നും ശർക്കര യൂസ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്ന ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളിയല്ല, സാധാരണ നമ്മൾ പണ്ട് മുതലേ നമുക്ക് പണ്ടൊക്കെ കിട്ടിയിരുന്ന ഉള്ളി ഇപ്പോൾ ഇടയ്ക്കേ കിട്ടാറുള്ളൂ, ചെറിയ ഉള്ളി. ആ ഉള്ളി തന്നെ യൂസ് ചെയ്യുക. വലിയ ഉള്ളി യൂസ് ചെയ്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ധാരാളമായിട്ട് കറിവേപ്പില ചേർക്കുക. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. ഓണത്തിന്റെ സമയത്തൊക്കെ ചില സമയത്ത് ഈ കറി ചെയ്യാറുണ്ട്. സാധാരണ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് റെഡിയാക്കുന്ന കറിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉള്ളി തീയൽ റെഡിയാക്കാന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഉള്ളി തീയലിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം 2-3 ഉള്ളി കട്ട് ചെയ്യാതെ വെച്ചതാണ്. അതുപോലെ തന്നെ വേണ്ടത് നമുക്ക് പുളി, വാളൻ പുളിയാണ്. വാളൻപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറവിടാനായിട്ട് കുറച്ച് ഉള്ളി, വറ്റൽമുളക്, കടുക്, ഉലുവ, കറിവേപ്പില. പിന്നെ ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പച്ചമുളക്. അതുപോലെ തന്നെ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, നല്ല ജീരകം. പിന്നെ നമുക്ക് ലാസ്റ്റ് കറിയിൽ ചേർക്കാനുള്ളതാണ് കുറച്ച് കായപ്പൊടി. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കറിവേപ്പില ചേർക്കും. അപ്പോൾ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോഴും കറിവേപ്പില ചേർക്കും, ഉള്ളി കുക്ക് ചെയ്യുമ്പോഴും കറിവേപ്പില ചേർക്കും. അതിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പില എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. ഇത്രയാണ് നമ്മുടെ ഉള്ളിത്തീയലിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ഉള്ളി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്. ഉള്ളി നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഉള്ളി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുന്നതല്ല. അപ്പോൾ ഒരു ഉള്ളി എടുക്കുക. ഇത് നീളത്തിൽ സാധാരണ നമ്മൾ തീയലിന് കട്ട് ചെയ്യുന്ന ഒരു കനമുണ്ടല്ലോ, ആ ഒരു ചെറിയ തിക്നെസ്സിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വറവിടുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. വറവിടുമ്പോൾ എപ്പോഴും റൗണ്ടിലാണ് ഉള്ളി കട്ട് ചെയ്യാറുള്ളത്, നീളത്തിൽ കട്ട് ചെയ്യാറില്ല. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്യാം. തേങ്ങ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിയുടെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ചൂട് മാറി വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് തേങ്ങ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ചൂട് മാറി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം ഇനി ഈ ഉള്ളി മുഴുവനൊന്ന് കട്ട് ചെയ്ത് വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ 1/4 കിലോ ഉള്ളിയാണ് എടുത്തത്. 1/4 കിലോ ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് 1/4 കിലോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി തൊലി കളയുന്നതിന് മുന്നേ വെയിറ്റ് ചെക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി തൊലി കളഞ്ഞതിന് ശേഷമുള്ള വെയിറ്റ് പറയുന്നത്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞങ്ങളിവിടെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചേ ചേർക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചില റെസിപ്പീസിൽ നമ്മൾ ജീരകം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയുടെ പകുതി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ട് നമ്മൾ സാധാരണ തീയലിന് സോട്ട് ചെയ്യുന്നത് പോലെ ലോ ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്യുക. നോൺ സ്റ്റിക്ക് പാനിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വേഗം തന്നെ കരിഞ്ഞു പോകും. കറക്റ്റ് കുക്കിംഗ് കറക്റ്റ് ആയി വരില്ല. തീയലിനൊക്കെ കറക്റ്റ് കുക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ തീയലിന് ടേസ്റ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി ഇത് കളർ ചേഞ്ച് ആയി വരട്ടെ, അതുവരെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറ് ചേഞ്ച് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിക്കാണ് കുക്കിംഗ് ടൈം കൂടുതലുള്ളത്. തേങ്ങ കുറച്ചുകൂടി ഫ്രൈ ആയിട്ടാണ് മല്ലിപ്പൊടി ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക.
ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഏറ്റവും കുറച്ച് തന്നെ വെച്ചിരിക്കുകയാണ് ഫ്ലെയിം. മല്ലിപ്പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം മല്ലിപ്പൊടി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ചേർക്കുമ്പോൾ മുളക് പൊടി ഈ ചൂടിൽ വേഗം കരിഞ്ഞു പോകും. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അപ്പോൾ വേഗം കരിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മല്ലിപ്പൊടി ചേർക്കുന്നതെന്ന് ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുമ്പോൾ പറയാറുണ്ട്. പിന്നെ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകുമാണ് നമ്മൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം മല്ലി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർക്കുക, അതിനുശേഷം നമ്മൾ മുളകും ചേർക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്കാണ് നമ്മളിനി മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, മുളക് പൊടി കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ തീയൽ റെസിപ്പിയിലും ചെയ്യുന്നത് പോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതിനി എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ചൂട് മാറുന്നത് വരെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ പൊടികളും എല്ലാം കളർ ചേഞ്ചായി കുറച്ചുകൂടി ഓവർ കുക്കായി പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ തീയലിന് ടേസ്റ്റ് വരുന്നത്, ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മൾ പറയുമ്പോഴല്ലേ അറിയുന്നുള്ളൂ, എപ്പോഴും നേരത്തെ മുന്നേ ഒന്നും പറഞ്ഞത് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഞാനിപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്, പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ ചട്ടി വയ്ക്കാം. ഇത് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളി സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ സോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, വറവിടുന്നത് ലാസ്റ്റാണ്. അപ്പോൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇപ്പോൾ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പുളിയിഞ്ചിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് ഒരുവിധം ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങണം. ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു തുടങ്ങണം, എങ്കിലേ നമ്മുടെ ഉള്ളി തീയലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ സവാള സോട്ട് ചെയ്യുന്നത് പോലെ ഉപ്പ് ചേർക്കില്ല. ഗ്രേവി റെഡിയാക്കി കഴിയുമ്പോഴേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. സവാളയാണ് നമ്മൾ വേഗം സോട്ടായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറുള്ളത്. പിന്നെ ഈ ഒരു കറിയിൽ ശർക്കര ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ചേർത്താലേ നമ്മുടെ കറി ടേസ്റ്റ് ആവുള്ളൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ പുളിയിഞ്ചി ചെയ്യുമ്പോഴും സാമ്പാർ ചെയ്യുമ്പോഴും നമ്മുടെ നാടൻ കറികൾ അതുപോലെ സദ്യ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാ കറികളിലും ഒരുവിധം ഒരു 90% കറികളിലും നമ്മൾ ശർക്കര ചേർക്കാറുണ്ട്. ആ ശർക്കര ചേർത്താൽ മാത്രമേ ഈ കറികളെല്ലാം പെർഫെക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഉള്ളി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. പിന്നെ ഉള്ളി കുക്കായി വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേങ്ങയുടെ ചൂട് മാറി വരുമ്പോൾ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അതുപോലെ തന്നെ പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ മറന്നു പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാൻ ഈസി ആയിരിക്കും. ഈ ഒരു റെസിപ്പിയൊക്കെ ഞാൻ ശരിക്കും ഓണത്തിന് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു, പക്ഷേ ഓണത്തിന് ചെയ്യാൻ പറ്റിയില്ല. ഓണത്തിൻ്റെ സമയത്തുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു മഴയും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഓണത്തിന് നേരത്തെ ചെയ്തു വെച്ചിരുന്ന റെസിപ്പികളെല്ലാം നമ്മൾ ചെയ്തുള്ളൂ, പിന്നീടൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മസാല കപ്പലണ്ടി ചെയ്തപ്പോൾ വീഡിയോയിൽ ഇട്ടിരുന്ന ആ ഒരു ഇൻട്രോ സോങ് ഉണ്ടല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേട്ടപ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല. പിന്നീട് വീഡിയോ അപ്ലോഡായി കഴിഞ്ഞിട്ട് കേട്ട് നോക്കിയപ്പോഴാണ് ഈ സോങ് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. എനിക്കതുപോലെ കമൻസും വന്നിരുന്നു, ആ പാട്ട് കേട്ടിട്ട് തന്നെ ടെൻഷനാവുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി ആ പാട്ട് ഞാൻ എന്തായാലും ഇടില്ല. എന്തായാലും ഒരബദ്ധം പറ്റി. ഇടയ്ക്ക് മനുഷ്യരല്ലേ നമ്മളൊക്കെ, ഇടയ്ക്ക് അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് നല്ല എനർജിയുള്ള മ്യൂസിക് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കാണുമ്പോൾ നമ്മുടെ ഡിഷിനും ഒരു എനർജി ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മസാല കപ്പലിൻ്റെ ഒരു ശോകമുഖമായ അവസ്ഥയിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ആ ഒരു മ്യൂസിക് കേട്ട് ബുദ്ധിമുട്ടിയവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമുക്ക് ബാക്കിയുള്ള മ്യൂസിക്കുകളെല്ലാം നല്ലത് തന്നെയാണ് ഇട്ടിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചു കിട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ ഉള്ളി പിടിച്ചു തുടങ്ങി. അപ്പോൾ ഫ്ലെയിം കുറച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ
ഉള്ളി മുറിക്കുമ്പോൾ നൈസായിട്ട് ചില ഉള്ളിയൊക്കെ ആയി പോകുമല്ലോ, അതൊക്കെ ചട്ടിയിൽ പിടിച്ചു വരും. ബാക്കിയുള്ള ഉള്ളി കുക്കാവാതെയും ഇരിക്കും. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിയുടെ ആ ഒരു സൈഡ് മാത്രമേ കുക്കാവുള്ളൂ, ബാക്കിയുള്ള സൈഡിൽ കുക്കായി വരില്ല. കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നാടൻ റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാടൻ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നമുക്ക് ടൈം ഉള്ളപ്പോൾ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കൂടുതൽ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉള്ളി തീയലൊക്കെ റെഡിയാക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും എല്ലാത്തിനും ഉള്ളി ആവശ്യമാണല്ലോ. അപ്പോൾ സമയമുള്ളപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വാടി കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു 12 മിനിറ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചു, അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചു. ടോട്ടൽ 12 മിനിറ്റാണ് നമ്മൾ ഇതുപോലെ ഉള്ളി കുക്ക് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം മിക്സ് ചെയ്ത് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ വാളൻപുളി ഇട്ട് വെച്ചതാണ്. അപ്പോൾ പുളിവെള്ളം ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ഉള്ളി സോട്ട് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. ഈ പുളിവെള്ളം ഒന്ന് വറ്റി വരട്ടെ. എന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ആയി വരിക, വല്ലാതെ അങ്ങ് വറ്റി പോവണ്ട. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാൻ ഇത്ര സമയമായിട്ടും തേങ്ങ അരച്ചെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഉള്ളി സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മിനിറ്റ് പുളിവെള്ളത്തിൽ ഉള്ളി എന്ന് കുക്കാവുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയിലേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും. ഇപ്പോൾ നമ്മൾ പുളി ചേർത്തിട്ട് പുളി വറ്റി തുടങ്ങി. ഇത്രയും വറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതുപോലെ വെള്ളം ചേർത്ത് ലൂസായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഉള്ളിത്തീയലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഇളക്കി നോക്കുക. വെള്ളം കുറവായിരിക്കും അരപ്പിൽ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിളച്ച് കുറുകി വരണം. അതിന് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ശർക്കരയാണ്. ശർക്കര ചേർത്ത് ആദ്യം കുറച്ച് ശർക്കര ചേർക്കുക. അതിനുശേഷം നമ്മൾ കറി നന്നായി തിളച്ചതിന് ശേഷം പുളിയും ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പുളിയും എരിവും കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര മുഴുവനായിട്ട് ചേർക്കരുത്, മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കറിയിൽ. ഇപ്പോൾ ശർക്കര ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ശർക്കര ചേർത്താൽ ഉള്ളിയിലേക്ക് ഈ ഗ്രേവി നന്നായിട്ട് റെഡ്യൂസ് ആവുന്നതനുസരിച്ച് ശർക്കരയുടെ ആ മധുരവും കൂടി പിടിച്ചു വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് ഒന്ന് റെഡ്യൂസ് ആയി വരട്ടെ. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചുകറി പോലെയുള്ള തീയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കാം. ഞാനിപ്പോൾ അധികം ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, അതുപോലെ തന്നെ നമ്മൾ തൊടുകറി പോലെ ആക്കുന്ന രീതിയിൽ ഗ്രേവി വറ്റിച്ചെടുക്കുന്നില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ സദ്യയിൽ വിളമ്പാനായിട്ടല്ല റെഡിയാക്കുന്നത്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. സദ്യയിൽ വിളമ്പാനായിട്ടാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇതുപോലെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 4 മിനിറ്റ് ഇളക്കിയപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചട്ടിക്ക് ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിലിരുന്ന് വീണ്ടും റെഡ്യൂസ് ആവും. അപ്പോൾ നമുക്കിനി വറവ് റെഡിയാക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചട്ടി മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ കടുക് ഇട്ടിട്ട് പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
തേങ്ങക്കൊത്ത് കുക്കാവുമില്ല. കടുക് ഓവർ കുക്കായിട്ട് കടുകിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റണം എന്നില്ല, ഈ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി കടുക് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങക്കൊത്ത് കറക്റ്റായിട്ട് ഫ്രൈ ആയതിന് ശേഷം കടുക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് വീണ്ടും ഓവർ കുക്കായി പോവും. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ കടുക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കടുക് പൊട്ടി വരികയും ചെയ്യും, തേങ്ങക്കൊത്ത് കുക്കായി വരികയും ചെയ്തോളും. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും ഉലുവയെ ചേർക്കുന്നുള്ളൂ. ഉലുവയുടെ ഒരു ടേസ്റ്റ് വരിക എന്നുള്ളതേ ഉള്ളൂ. കൂടുതലായി പോരുത്, കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും. ഉലുവ ഇപ്പോൾ പൊട്ടി കഴിയും. ഇതിൻ്റെ കൂടെ നമ്മളിനി ചേർക്കുന്നത് ഉള്ളി. ഇപ്പോൾ കണ്ടോ നമ്മുടെ തേങ്ങക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞു. ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചതുപോലെ തന്നെ ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇപ്പോൾ 3 തണ്ട് കറിവേപ്പില നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ കളറ് മാറിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തീയലിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ചട്ടി ചൂടായതുകൊണ്ട് ഞാൻ കൈ പൊള്ളാതിരിക്കാൻ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ തീയൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബാക്കി ഇവിടെ വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്ത് വയ്ക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുമ്പോൾ ഈ എണ്ണയും കൂടി ചേർക്കാം കേട്ടോ തീയലിലേക്ക്. എങ്കിലേ ആ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ തീയലിൽ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതാ നമ്മൾ വറവ് ചേർത്തത് ഞാൻ ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ തീയലിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഉള്ളിത്തീയൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുളി കൂടുതലാണ്, എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശർക്കര ചേർക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം പുളിയും ഉപ്പും ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഉപ്പ് കുറവുണ്ട്. എരിവും പുളിയും മധുരവും എല്ലാം പാകമാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേറെ പ്രോഗ്രാമൊന്നും ഇല്ല നമുക്കിതിൽ. ചൂട് കുറയുമ്പോൾ കഴിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ഓണസദ്യ റെസിപ്പീസിൽ പറയുന്നത് പോലെ തന്നെ തീയലൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ കറികളാണ്, മോശമായി പോകുന്നതല്ല. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ പ്രിപ്പയർ ചെയ്തിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ എടുക്കാം. ചൂടോടുകൂടി തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ രാവിലെ റെഡിയാക്കിയിട്ട് വൈകിട്ട് യൂസ് ചെയ്യുക. ആ രീതിയിൽ ഒരു 6-8 മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും തീയലുണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.